പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 9 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തിൽ ആശ്രയിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നീ എൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, come with you wherever you go. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം
സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവ് മനസ്സ് നിറഞ്ഞ് പറഞ്ഞ ഒരു വല്ലാത്ത കഥയാണ് ദ സ്റ്റോറി ഓഫ് ദ പ്രൊഡിഗൽ സൺ, ധൂർത്തപുത്രൻ്റെ കഥ. അതിന് ഇടക്കാലം കൊണ്ട് സ്നേഹപിതാവിൻ്റെ കഥയെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വ്യാഖ്യാനക്കാർ അതിനെ കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് അത് തൻ്റെ കൂടെ നിന്ന് എല്ലാം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ച ഒരു മകൻ്റെ കഥ കൂടിയാണത്. അത് മൂത്ത മകനാണ്. നമ്മൾ ഈ ആഴ്ചയുള്ള ധ്യാനങ്ങളെല്ലാം ഒരു പൊളിച്ചെഴുത്തും ഒരു പുനർവായനയുമാണ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഇളയ മകൻ അവനെല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അതൊരു ഡിസിഷനാണ്, തീരുമാനം. എല്ലാ മാനസാന്തരങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത വെറും ആശയങ്ങൾ മാത്രമായ മാനസാന്തരം സുവിശേഷത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല. ഒരു ഡിസിഷൻ, സക്കേവസും ഒരു ഡിസിഷൻ എടുത്തതാണ്. ഞാൻ എൻ്റെ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന എല്ലാം തീരുമാനമാണ്. എപ്പോഴും ഒരു മാനസാന്തര അനുഭവത്തിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുപോലെ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തതിൽ ഒരു ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയാമോ? ഒരു തീരുമാനം, ഇയാൾ വേശ്യകളുടെ കൂടെ സ്വത്ത് ധൂർത്തടിച്ചെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്. നമുക്കറിയത്തില്ല, ചേട്ടായി പറയുന്നൊരു ആരോപണമാണ്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. പക്ഷേ കാശ് പോയെന്നുള്ള കാര്യം സത്യമാണ്. ഗതികെട്ട് നശിഞ്ഞ് നാറാണക്കല്ലും പറിച്ച് തിരിച്ചു വന്നു എന്നുള്ള കാര്യവും സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാനത് റീഫണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൻ്റെ വീട്ടിലത് നിർത്തിയാൽ മതി, ഞാനത് റീഫണ്ട് ചെയ്തോളാം, ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നെ ആവുന്നവരെ, മരണം വരെ ജോലി എടുത്താലും ശരി, അപ്പന് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയും. അതൊരു വല്ലാത്ത വാക്കാണ് ശരിക്കും. ലൂക്കാ 15:18, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ അവനോട് പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇപ്പൊ അത് അവൻ്റെ ഒരു സോളിലോക്കിയാണ്. അവൻ്റെ മനസാക്ഷി അവനെ ധ്യാനിപ്പിക്കുക. ധ്യാനഗുരുവില്ല, ധ്യാനകേന്ദ്രമില്ല, നല്ല നാട്ടുകാരില്ല പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് മനസാക്ഷി തന്നെയാണ് അവൻ്റെ ധ്യാനഗുരു. കാര്യം നമ്മുടെ തെറ്റും ശരിയൊക്കെ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം. പക്ഷേ ചില ആൾക്കാർ ദുരഭിമാനം കൊണ്ട്, ഞാൻ ഈ ധൂർത്തപുത്രനെ തിരിച്ചു വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാതിനെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധൂർത്തപുത്രൻ്റെ മനസ്സിൽ അവനൊരു
തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയാവോ? അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിത് റീഫണ്ട് ചെയ്തോളാം. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭീമമായ തുകയാണ്. എന്നാൽ ആ മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? പരിഹാരം ചെയ്യണമെന്ന്. നോൻപ് കാലം പരിഹാരത്തിൻ്റെ കാലമാണ്. നമ്മൾ ഇപ്പോഴ് ആണ്ടുകുംഭാസം നടത്തുമ്പോൾ പോലും ആ പരിഹാരം ഒരു കാലികമായ തിന്മയിൽ നിന്നുള്ളൊരു പരിഹാരത്തിനാണ് നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രായശ്ചിത്തം നമ്മൾ ചൊല്ലുകയാണ് ചെയ്യണത്. ഇയാൾ പറയണത് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്നാണ് പറയണത്. പ്രായശ്ചിത്തം ചൊല്ലാൻ ആർക്കും കഴിയും. അവിടെ മുട്ടയെന്ന് സ്വർഗ്ഗസ്ഥനായ ചൊല്ലിട്ട് പോന്നാൽ മതി. പക്ഷേ ഇയാളങ്ങനെയല്ല പറയണത്. അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാവുന്ന ഇത് ദൈവദർശന് സ്വീകാര്യമായ കർത്താവിൻ്റെ മനസ്സിലിരിപ്പാണ്. ഈ കഥയെല്ലാം വരണം എവിടെ നിന്നാണ്? കർത്താവ് എങ്ങനെയാണ് ഒരു പാപിയെ കാണുന്നത്? പ്രായത്തിൽ ചൊല്ലുന്നവരെ അല്ല. അയാൾ പറയുന്നുണ്ട് അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്നൊക്കെ ഏറ്റു പറയുന്നുണ്ട് അയാൾ. പക്ഷെ പ്രായശ്ചിത്തം അയാൾ ചെല്ലുകയല്ല ചെയ്യണത്, പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് പറയണതാ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നോൻപുകാലത്ത് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങനെക്ക് നൽകിയ വിശുദ്ധിയും വരപ്രസാദവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപയിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധ രക്തത്തിനെതിരായി ചെയ്ത പാപങ്ങളെ ഓർത്ത് അങ്ങയുടെ കൃപയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ ഓർത്തും ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുകയും എന്റെ പാപങ്ങൾക്കെല്ലാം ധൂർത്തപുത്രനെ പോലെ അക്ഷരാർത്ഥത്തിലെ പരിഹാരം ചെയ്യാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളവർക്ക് എന്താണ് പശ്ചാത്താപം, എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന്? ഇപ്പൊ നിങ്ങളൊരു അബോർഷനാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അബോർഷന്റെ പരിഹാരം എന്താ? 2-3 പരിഹാരങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലേ? പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, അപ്പം മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു പങ്കുവെച്ച് ചെയ്തിരിക്കുന്നത് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയാണ്. ചെറിയൊരു വരുമാനത്തിലാണ്, പക്ഷേ ആ വരുമാനം കൊണ്ട് എന്താകാനാണ്? ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു അമ്മക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് 5-6 കുഞ്ഞുങ്ങളെ ഒരമ്മ വളർത്തിക്കൊണ്ട് വരണത്. അപ്പോൾ അത് ഉള്ളിലൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ചില അനാഥാലയങ്ങളിൽ പോയി പ്രായമായവരുടെ ഉടുപ്പൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് ഇങ്ങനെ ബോധമില്ലാതെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കഴുകുന്നില്ലേ? ഇപ്പം കന്യാസിമാർ 2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഓരോരുത്തരുടെ കഴുകി വരുമ്പോൾ തന്നെ മണി 12 ആവും. അത് നിസ്സാര കാര്യമില്ല. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ആ ദൈവവിളിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ തൊപ്പിയെടുത്ത് ഹാറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. കാര്യം ഞാനൊരു ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കോൺവെൻറ്റിൽ വയനാട്ടിലോ എവിടെയോ ചിലപ്പോൾ DSSകാരുടെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. 2 സിസ്റ്റർമാർ ആ ജന്മം മൊത്തം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവിടെ അമ്മമാർ പോലും നോക്കണതിനേക്കാളുമാണ് അവർ നോക്കുന്നത്. എനിക്കത് എങ്ങനെ അവർ ചെയ്യണമെന്ന്, ഈ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് പറയുന്നത് ബൈബിളിലുള്ളതിനേക്കാളും പവർഫുള്ളായിട്ടാണ് ഈ പലരും ചെയ്യണത് ഇന്നത്തെ കാലത്ത്. അതാണ് പരിഹാരം ചെയ്യുക. മറ്റുള്ളവരുടെ തിന്മകൾക്ക് പോലും നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ദൈവത്തിരുസന്നിധിയിൽ റിട്ടാലിയേഷൻ സംഭവിക്കും, നീതീകരിക്കപ്പെടുകയും അതിൻ്റെ ഓഹരി കൃപയായി ചൊരിഞ്ഞു കിട്ടുകയും നമ്മുടെ ആത്മാ പുണ്യപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ് നോൻപ് കാലം. ഇത് ചെയ്യണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.